രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ കടയുടെ പ്രവർത്തനം. രാവിലത്തെ ഭക്ഷണം ഓരോ ദിവസവും ഓരോന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കടമാൻകോടുള്ള കാട്ടിലെ കടയിലാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഊണുകാലമായി. അതുകൊണ്ട് തന്നെ ഊണും കപ്പയുമാണ് ഞങ്ങൾ പറഞ്ഞത്. 10-12 പേർക്കൊക്കെ ഒരേ സമയം ഇരുന്ന് കഴിക്കാമെങ്കിലും ഊണുകാലമാവുമ്പോൾ കടയ്ക്ക് പുറത്ത് നല്ല തിരക്കാണ്. ഇവിടുത്തെ മിക്ക ഭക്ഷണമെല്ലാം തന്നെയും വിറകടുപ്പിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ രുചിയും ഇരട്ടിയാണ്. ഊണും മീനും മീൻകറിയും കൂട്ടി 120, ബീഫും കൂട്ടി 180. മീനൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നല്ല ചൂടോടുകൂടി തന്നെയാണ് വറുത്ത് നമ്മളുടെ മുന്നിൽ കൊണ്ടുവച്ച് തരുന്നത്. അതുപോലെ തന്നെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ചോറിൻ്റെ കൂടെ ബീഫിൻ്റെ ചാറും കൊടുക്കുന്നത്. എത്ര ചോദിച്ചാലും ഒരു മടിയും കൂടാതെ മനസ്സ് നിറഞ്ഞ് വിളമ്പിത്തരും. വൈകുന്നേരങ്ങളിൽ ഒരു 4 മണി വരെയൊക്കെ കാണും ഊണും കപ്പയും മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ. ദൂരെ നിന്നും വരുന്നവരുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മാറ്റി വെച്ചിരിക്കും. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറയും. നല്ല വിറകടുപ്പിൽ കിടന്ന് വെന്ത ബീഫും തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും കൂടി ആകുമ്പോഴത്തേനും ടേസ്റ്റ് ഇരട്ടിയാണ്. എടുത്തു പറയേണ്ടതൊന്ന് ഈ ബീഫിൽ വേസ്റ്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ഈ മനോഹരമായ കാഴ്ചകളും കൂടി കണ്ടു മടങ്ങുക. ഇവിടെ വരുന്നവർ കുറച്ചു ദൂരം മുന്നോട്ട് വന്നാൽ മനോഹരമായ എണ്ണപ്പനകളും ചെറിയ വെള്ളച്ചാട്ടവും കാണും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അഞ്ചലിൽ നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഏഴംകുളത്ത് നിന്ന് വലത്തോട്ട് കടമാൻകോട് വനത്തിലൂടെ യാത്ര ചെയ്ത് ശ്രീ മഹാദേവർ ക്ഷേത്രവും കഴിഞ്ഞ് LP സ്കൂളിൻ്റെ അവിടുന്ന് വലത്തേക്ക് വന്ന് കടമാൻകോടുള്ള പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള കാട്ടിലെ കട.